നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസ് എം കഞ്ഞിക്കുഴി മണ്ഡലം കൺവെൻഷനും അഡ്വക്കേറ്റ് ജോണി പുളിക്കൽ അനുസ്മരണവും നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കർഷകർ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് റോയ് കെ പൗലോസ് പറഞ്ഞു. കർഷക കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റി നടത്തിയ കർഷക പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KPW HRPE യൂണിയനുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന കൂട്ടുധർണയുടെ പ്രചരണാർത്ഥം വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് ഉദ്ഘാടനം ചെയ്തു. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സച്ചിൻ കെ ടോമി ഉദ്ഘാടനം ചെയ്തു. ഉറുമ്പള്ള പ്രദേശത്തെ 200ഓളം ഗുണഭോക്താക്കൾ മാസങ്ങളായി ഗ്യാസ് ലഭിക്കാത്തതിനാൽ വലിയ ദുരിതത്തിലാണെന്നും ഈ പ്രശ്നം ഉടനടി പരിഹരിക്കണമെന്നും BJP ഭാരവാഹികൾ പറഞ്ഞു. വാർത്തകൾ വിശദമായി. കേരള കോൺഗ്രസ് എം കഞ്ഞിക്കുഴി മണ്ഡലം കൺവെൻഷനും അഡ്വക്കേറ്റ് ജോണി പുളിക്കൽ അനുസ്മരണവും നടന്നു. കഞ്ഞിക്കുഴി അപ്പൂസ് ഹാളിൽ നടന്ന പരിപാടി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. കേരള കോൺഗ്രസ് എം കഞ്ഞിക്കുഴി മണ്ഡലം കൺവെൻഷനും കേരള കോൺഗ്രസ് നേതാവായിരുന്ന അഡ്വക്കേറ്റ് ജോണി പുളിക്കൻ അനുസ്മരണവുമാണ് കഞ്ഞിക്കുഴി അപ്പൂസ് ഹാളിൽ നടന്നത്. കേരള കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം പ്രസിഡന്റ് വാവച്ചൻ പെരുവിലങ്ങാട്ട് അധ്യക്ഷത വഹിച്ച യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഈ സംസ്കാരത്തെയും സംരക്ഷിക്കേണ്ട ചുമതലയുള്ളവർ നമ്മളെ പടിവാദത്തിൽ നിന്ന് താഴെ ഇറക്കിയെന്ന് മാത്രമല്ല പടി അടച്ച് പുറത്തിറക്കി. പെരുവഴി നിൽക്കില്ലല്ലോ. ഞാൻ ഇപ്പോൾ ഓർക്കുന്നവരല്ലോ, ഞാൻ ജയരാജ് ഒരുമിച്ചാണ് അവിടെ ചായ കുടിച്ചിട്ടുള്ളത്. ഞാൻ പാർട്ടി ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ചായക്കാരുടെ ചുറ്റും കൂടി ഞാൻ വികാരപരമായിട്ട് സംസാരിച്ചു. അതിൽ കൂടെ കണ്ണുനീർ വന്നു. ആത്മാർത്ഥയോടെ സ്നേഹിച്ച് പ്രവർത്തിച്ചു വന്ന മുന്നണിയും പ്രവർത്തനവും പാർട്ടിയും പാർട്ടി നേതാക്കന്മാരെ കുറിച്ചുള്ള ഓർമ്മകൾ, മാനസാന്റെ അഭാവം, പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചുമതലയും ഉത്തരവാദിത്വവും ഈ പാർട്ടിക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന നിമിഷങ്ങളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. ആശംസ അറിയിച്ച നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജി കാഞ്ഞമല, ഷിജോ തടത്തിൽ, KN മുരളി, ജോമോൻ പൊടിപാറ, TP മൽക്ക, CK രാജു, ജോർജ് അമ്പഴം, ബിജു കാനം എന്നിവർ സംസാരിച്ചു. നിരവധി പാർട്ടി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കർഷകർ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണെന്ന് റോയ് കെ പൗലോസ്. കർഷക കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റി നടത്തിയ കർഷക പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷക കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് സനൂപ് പുതുപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കർഷകരുടെ കണ്ണീർ കാണേണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ നേരമില്ല. കാർഷിക വിളകൾക്കും കർഷകർക്കും സംരക്ഷണം നൽകേണ്ട സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയായി മാറിയിരിക്കുന്നു. കാർഷിക വിളകൾക്ക് ലഭിക്കേണ്ട അടിസ്ഥാന വില നൽകാൻ നാട്ടിൽ സംവിധാനമില്ല. അഴിമതിയും ധൂർത്തും നടത്തി മുന്നോട്ടു പോകുന്ന സർക്കാർ സംവിധാനങ്ങൾ മാത്രമാണ് കേന്ദ്രത്തിലും കേരളത്തിലും ഉള്ളത്. കൊട്ടിഘോഷിച്ച് പിണറായി സർക്കാർ നടത്തിയ നവകേരള യാത്ര കൊണ്ട് ആർക്കാണ് ഗുണമുണ്ടായതെന്നും അദ്ദേഹം ചോദിച്ചു. കർഷകർ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണെന്നും കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകളിൽ നിന്നും ലഭിക്കുന്ന പണമുണ്ടെങ്കിൽ മാത്രമാണ് വ്യാപാര മേഖലയ്ക്കും സാമ്പത്തിക മേഖലയുടെ പുരോഗതിക്കും ഗുണപ്രദമാകുകയെന്നും റോയ് കെ പൗലോസ് പറഞ്ഞു. നമ്മുടെ പണമില്ലെങ്കിൽ എന്ത് ചെയ്യും? കൃഷിക്കാരൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. അവൻ സാമ്പത്തികമായി തകർന്നാൽ അവൻ പുറത്തു വരണ്ടെന്ന് വെക്കും. അവൻ അത്യാവശ്യം വളരെ ജീവൻ നിലനിർത്താൻ മാത്രമുള്ള സാധനങ്ങൾ വാങ്ങിയാൽ മതി എന്ന് വെക്കും. ആർഭാടങ്ങൾ ഒന്നും വേണ്ട എന്ന് വെക്കും. ആർഭാട വിഭാഗത്തിൽപ്പെട്ട ഒരു സാധനങ്ങൾ കുടുംബത്തിലേക്ക് വേണ്ട എന്ന് വെക്കും. അത്തരമൊരു സാഹചര്യം വന്നാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഈ നാടാകെ ഉണ്ടാകുന്ന ഭവിഷ്യത്താണ്. ഇനി വ്യാപാര മേഖലയുടെ സ്ഥിതി എന്താണെന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പരിശോധിച്ചാൽ ആളുകൾക്ക് മനസ്സിലാകും. ഞാൻ പല വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളുമൊക്കെയായി സ്വകാര്യ സംഭാഷണം നടത്തുമ്പോൾ അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സങ്കടം തോന്നും. പരമദയനീയമാണ് പലരുടെയും സ്ഥിതി. പലരും പറയുന്നത് എന്താ? ഞങ്ങൾ ഇത് വന്ന് തുറന്നു വെച്ചില്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് പേരോട് മറുപടി പറയേണ്ടി വരും. ബാങ്കുകാരപ്പം അന്വേഷിക്കും, ഞങ്ങൾ കടം കൊടുക്കാനുള്ളവരപ്പം അന്വേഷിക്കും. അതുകൊണ്ട് ഒരു ദിവസം പോലും തുറക്കാതിരിക്കാൻ വയ്യ. ചിലപ്പോൾ രാവിലെ തുറന്നു വെച്ച് വൈകിട്ട് അടയ്ക്കുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ കച്ചവടം വരെ നടക്കുന്ന ദിവസങ്ങൾ വരെയുണ്ട്.
അത്ര ദയനീയമായ അവസ്ഥയിലാണ് പല സ്ഥാപനങ്ങളും. ഇന്ന് എത്രയോ സ്ഥാപനങ്ങളുടെ ബോർഡ് നമ്മൾ ഓരോ കടകൾക്ക് മുന്നിൽ കാണുന്നുണ്ട്. കട ആരംഭിക്കുമ്പോൾ ഒരു ബോർഡ്, കട ഉദ്ഘാടനം ഇത്രാം തീയതി. ഒരു വർഷമാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പല സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, കട കാലിയാക്കലിന്റെ ബോർഡ് കാണും. ഏതാ 50% വരെ ഡിസ്കൗണ്ട്, കട കാലിയാക്കല്. എന്താ 50% വരെ മുടിഞ്ഞു പോയിട്ടാണെങ്കിലും വേണ്ടില്ല, എന്തെങ്കിലും കിട്ടുന്നത് കിട്ടട്ടെ എന്നുള്ള മാനസികാവസ്ഥയോടുകൂടി നമ്മുടെ നാട്ടിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങുന്ന ആളുകൾ പലരും 1-2 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും അവരുടെ സാമ്പത്തിക തകർച്ചയുടെ അടിസ്ഥാനത്തിൽ അവസാനിപ്പിക്കേണ്ട സ്ഥിതി വന്നിരിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചും കൃഷിയിടങ്ങളിലെ വന്യമൃഗങ്ങളുടെ ശല്യം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കാർഷിക ലോണുകൾ നിഷേധിക്കുന്ന ദേശസാൽകൃത ബാങ്കുകളുടെ നിഷേധാത്മക സമീപനങ്ങൾക്കെതിരെയും പിണറായി സർക്കാർ പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജ് നടപ്പിലാക്കാതെ കർഷകരെ വഞ്ചിക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടും കർഷക കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റി നടത്തിയ കർഷക പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷക കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് സനൂപ് പുതുപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി ബാബു അത്തിമൂട്ടിൽ, ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് MM വർഗീസ്, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫിലിപ്പ് MP, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PP റഹീം, INTUC ജില്ലാ സെക്രട്ടറി ബിജു ഡാനിയൽ, ഷിബു M തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ ബിനോയ് നടുപ്പറമ്പിൽ, ഹൈദ്രോസ് മീരാൻ, മണിമേഖല, നോബൽ ഷിബു, സാലി ജേക്കബ്, ജയ്മോൾ മനോജ്, TN ബോസ്, ഷിബിൻ ഷാജി, റോഷൻ തോമസ്, സിറിൽ യോഹന്നാൻ, ജയ്മോൾ റെന്നി, തോമസ് ആലക്കാപ്പറമ്പിൽ തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പോപ്സ് കമ്പനി വക തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് KPWHR PE യൂണിയനുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ 26 നടക്കുന്ന കൂട്ടധർണയുടെ പ്രചരണാർത്ഥം വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. പശുമല 2ാം ഡിവിഷനിൽ നിന്ന് ആരംഭിച്ച വാഹന പ്രചരണ ജാഥ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് ഉദ്ഘാടനം ചെയ്തു. പോപ്സ് കമ്പനി വക തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് KPWHR PE യൂണിയനുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ 26 നടക്കുന്ന കൂട്ടധർണയുടെ പ്രചരണാർത്ഥം വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. മലയാളികളുടെ ദേശീയോത്സവമായ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോഴും ഇത്തവണത്തെ ഓണം തങ്ങൾക്ക് പട്ടിണി സമ്മാനിക്കുമോ എന്ന ആശങ്കയിലാണ് പോപ്സ് കമ്പനി വക തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾ. ഇവരുടെ ആശങ്കയകറ്റി ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് നൽകണമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് INTUCക്ക് കീഴിലെ KPWHR PE യൂണിയനുകൾ സമര മുഖത്തേക്ക് ഇറങ്ങുന്നത്. 26 നടക്കുന്ന കൂട്ടധർണയുടെ പ്രചരണാർത്ഥമാണ് പോപ്സ് എസ്റ്റേറ്റ് വക തേയിലത്തോട്ടങ്ങളിലെ എല്ലാ ഡിവിഷനുകളിലും വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായത്. പശുമല 2ാം ഡിവിഷനിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് ഉദ്ഘാടനം ചെയ്തു. പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികൾക്ക് 6 മാസമായിട്ട് ശമ്പളം കൊടുക്കുന്നില്ല. കഴിഞ്ഞ 2 വർഷത്തിലധികമായി പ്രോവിഡന്റ് ഫണ്ട് അടയ്ക്കുന്നില്ല, ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നില്ല, ഒരു ആനുകൂല്യങ്ങളും കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യാത്തത് എന്ന് ചോദിക്കാൻ ഇവിടെ ആരാണുള്ളത്? ആരാണ് ചോദിക്കേണ്ടത്? ഇത് ചോദിക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ തൊഴിൽ വകുപ്പിനാണ്, തൊഴിൽ വകുപ്പ് മന്ത്രിക്കാണ്. ആരാണ് തൊഴിൽ വകുപ്പ് മന്ത്രി? തൊഴിൽ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ശ്രീ V ശിവൻകുട്ടി. ഒരു മീറ്റിംഗ് എങ്കിലും വിളിച്ചു കൂട്ടണ്ടേ? INTUCയുടെ നേതൃത്വത്തിൽ വലിയ ഒരു മാർച്ച് നമ്മൾ പ്രഖ്യാപിച്ചപ്പോൾ അന്ന് മന്ത്രി ഒരു യോഗം വിളിച്ചു കൂട്ടി തിരുവനന്തപുരത്ത്. ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഗവൺമെന്റ് വേണ്ടിയിട്ടുള്ള നിലപാട് പറയാൻ ഈ മന്ത്രിക്ക് സാധിച്ചില്ല. INTUC പീരുമേട് റീജിയണൽ പ്രസിഡന്റ് KS സിദ്ദിഖ്, നേതാക്കളായ പാപ്പച്ചൻ വർക്കി, S ഗണേശൻ, KK സുരേന്ദ്രൻ, PT വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പോപ്സ് എസ്റ്റേറ്റ് വക മഞ്ചുമല, പാമ്പനാർ, മേലെഴുത, ഗ്രാമ്പി, 9 മുറി, മഞ്ചുമല LD, 8ാം നമ്പർ, ഇഞ്ചിക്കാട് തുടങ്ങിയ ഡിവിഷനുകളിലൂടെ പര്യടനം നടത്തി നെല്ലിമലയിൽ സമാപിച്ചു. സമാപന സമ്മേളനം INTUC സംസ്ഥാന സെക്രട്ടറി PR അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ KC ബിജു, സോമൻ ആനവിലാസം, KS സിദ്ദിഖ്, പാപ്പച്ചൻ വർക്കി, S ഗണേശൻ, പ്രേംകുമാർ, വിഘ്നേഷ്, വനിതാ മുരുകൻ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പ്രസംഗിച്ചു. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ടൗൺ ഹാളിന് മുന്നിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സച്ചിൻ K ടോമി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ പരാജയപ്പെടുത്തിയവർ വോട്ടുകൊള്ളയിലൂടെ അധികാരത്തിൽ കടിച്ചു തൂങ്ങുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം KS സദാശിവൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംഘപരിവാറിൽ നിന്ന് മോചിപ്പിക്കാനായി പോരാടുക, വോട്ട് കൊള്ളക്കാർക്കെതിരെ ഒന്നിക്കുക, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന
ഫാസിസ്റ്റുകൾക്കെതിരെ ഐക്യപ്പെടുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ച് വോട്ട് കൊള്ളയ്ക്കും ജനാധിപത്യ അട്ടിമറിക്കുമെതിരെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ടൗൺ ഹാളിന് മുമ്പിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. യോഗം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സച്ചിൻ കെ ടോമി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ പരാജയപ്പെടുത്തിയവർ വോട്ട് കൊള്ളയിലൂടെ അധികാരത്തിൽ കടിച്ചു തൂങ്ങുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യത്തിന്റെ കശാപ്പിനെതിരെ അണിനിരക്കണമെന്ന് ആഹ്വാനം ചെയ്യുവാനാണ് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത്. ഇത് വെറുതെ വോട്ട് കള്ളവോട്ട് ചേർക്കുക എന്നത് മാത്രമല്ല, അതിനെതിരെ കള്ളവോട്ട് ചോർച്ചയ്ക്കെതിരെ, ജനങ്ങളുടെ വോട്ടവകാശത്തിനെതിരെ, വോട്ടവകാശം സംരക്ഷിക്കുവാനായി ഈ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന എല്ലാ നിയമങ്ങളും എടുത്തു മാറ്റിക്കൊണ്ട്, അട്ടിമറിച്ചുകൊണ്ട്, കാറ്റിൽ പറത്തിക്കൊണ്ട്, അതിനെ ഇല്ലാതാക്കി പുതിയ നിയമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, തങ്ങൾക്ക് അഴിമതി നടത്തുവാനുള്ള നിയമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, ആ നിയമങ്ങളുടെ പരിരക്ഷയിൽ, ആ നിയമവിരുദ്ധ നിയമങ്ങളുടെ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധ നിയമങ്ങളുടെ പരിരക്ഷയിൽ, അതിന്റെ സാങ്കേതികതയിൽ കടിച്ചു തൂക്കിക്കൊണ്ട് വോട്ട് കള്ളത്തരം കാണിക്കുന്ന ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു സവിശേഷ സാഹചര്യം ചൂണ്ടിക്കാണിക്കുവാനാണ് 1961 രാജ്യത്ത് നിലവിൽ വന്ന തിരഞ്ഞെടുപ്പ് നിയമം എന്നൊരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാട്ടിൽ സ്വതന്ത്ര ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ആ നിയമത്തിന്റെ 93-ാം വകുപ്പ് താൻ വോട്ട് ചെയ്തു എന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും ഒരു പൗരന് നോക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഇന്നത്തെ ആധുനിക ലോകത്ത് അതിന്റെ CCTV അടക്കമുള്ള എല്ലാ തെളിവുകളും താൻ വോട്ട് ചെയ്തു എന്നതിന്റെ തെളിവ് ഒരു പൗരൻ അവകാശപ്പെട്ടതാണ്. ആ വകുപ്പ് പ്രകാരം ആ വകുപ്പ് എടുത്തു കളഞ്ഞു. അതിന്റെ 93-ാം വകുപ്പിൽ തന്നെ ബി വിഭാഗം പറയുന്നത്, വോട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയതിനു ശേഷം വോട്ടിന്റെ എല്ലാ രേഖകളും, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും മിനിമം 1 വർഷത്തേക്ക് സൂക്ഷിക്കണം എന്ന വകുപ്പുണ്ടായിരുന്നു. അതെടുത്തു കളഞ്ഞു. ഈ 2 അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായ നിയമ അട്ടിമറികൾ, അധികാരം ഉപയോഗിച്ചിട്ടുള്ള നിയമ അട്ടിമറികളാണ് ഈ കള്ളത്തരത്തിന്റെ, ഈ വോട്ട് കൊള്ളയുടെ അടിസ്ഥാനമായി വർദ്ധിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന മോദിയുടെ ഫാസിസത്തിനെതിരെ പ്രതിരോധം വളർത്തിക്കൊണ്ടുവരണം. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടികളാണ് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരേണ്ടതെന്നും സച്ചിൻ കെ ടോമി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം KS സദാശിവൻ അധ്യക്ഷത വഹിച്ചു. പാർട്ടി ജില്ലാ സെക്രട്ടറി ബാബു മഞ്ഞള്ളൂർ സംസാരിച്ചു. ജോർജ് തണ്ടൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. AMAI തൊടുപുഴ ഏരിയയും ഇടുക്കി ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി CME ക്ലാസ് സംഘടിപ്പിച്ചു. AMAI തൊടുപുഴ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ സുരേഷ് KRന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. AMAI തൊടുപുഴ ഏരിയയും ഇടുക്കി ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് ആയുർവേദ പ്രാക്ടീസ് ലീഗൽ എസെൻഷ്യൽസ് ഫോർ ഡോക്ടേഴ്സ് എന്നതിൽ CME ക്ലാസ് തൊടുപുഴ ധന്വന്തരി ഹോസ്പിറ്റൽ ഹാളിൽ സംഘടിപ്പിച്ചു. AMAI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, അംബിക് ഫാർമ ഡയറക്ടർ ബോർഡ് അംഗം, AMAI ലീഗൽ സബ് കമ്മിറ്റി അംഗം, ന്യൂ പബ്ലിക്കേഷൻ ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്ന ആനന്ദ് RV ക്ലാസ് നയിച്ചു. AMAI തൊടുപുഴ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ സുരേഷ് KRന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ഡോക്ടർ ടോമി ജോർജ് സ്വാഗതം പറഞ്ഞു. സീനിയർ അംഗം ഡോക്ടർ PL ജോസ് AMAIക്ക് വേണ്ടി ഫാക്കൽറ്റിയെ ആദരിച്ചു. AMAI ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അജിത് ചെറുക്കൽ ചടങ്ങിൽ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഉറുമ്പള്ള പ്രദേശത്തെ 200ഓളം ഗുണഭോക്താക്കൾ മാസങ്ങളായി ഗ്യാസ് ലഭിക്കാത്തതിനാൽ വലിയ ദുരിതത്തിലാണെന്നും ഈ പ്രശ്നം ഉടനടി പരിഹരിക്കണമെന്നും BJP ഭാരവാഹികൾ പറഞ്ഞു. ഈ ആവശ്യം ഉന്നയിച്ച് ഉറുമ്പള്ളിൽ നടന്ന BJP കൺവെൻഷനിലെത്തി നാട്ടുകാർ നിവേദനം നൽകി. കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി സന്തോഷ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. അറക്കുളം, ഏലപ്പാറ, ഉപ്പുതറ പഞ്ചായത്തുകളുടെ സംഗമസ്ഥാനവും അവികസിത മേഖലയുമായ ഉറുമ്പള്ള പ്രദേശത്തെ 200ഓളം ഗുണഭോക്താക്കൾ മാസങ്ങളായി ഗ്യാസ് ലഭിക്കാത്തതിനാൽ വലിയ ദുരിതത്തിലാണെന്നും ഈ പ്രശ്നം ഉടനടി പരിഹരിക്കണമെന്നും അല്ലാത്തപക്ഷം സമര നിയമ പോരാട്ടങ്ങൾക്ക് തയ്യാറാകുമെന്നും BJP മുന്നറിയിപ്പ് നൽകി. ഉറുമ്പള്ളിയിൽ നടന്ന BJP കൺവെൻഷനിലെത്തി നാട്ടുകാർ നിവേദനം നൽകുകയായിരുന്നു.
ഇരു മുന്നണികളുടെയും നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കും ഈ പ്രദേശത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് നാട്ടുകാർ നിവേദനവുമായി BJP നടത്തിയ കൺവെൻഷനിലെത്തിയത്. BJP ഉറുമ്പള്ളു വാർഡ് കൺവീനർ എസ് മണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി സന്തോഷ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പറും BJP അർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമായ PA വേലുക്കുട്ടൻ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. മഹിളാ മോർച്ച ഏലപ്പാറ മണ്ഡലം സെക്രട്ടറി ശശികല സെൽവം മുഖ്യപ്രഭാഷണം നടത്തി. അർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി ഫുൾ ടൈമർ KP മധുസൂദനൻ, പഞ്ചായത്ത് ഭാരവാഹികളായ സതീഷ് കുമാർ, PK അജീഷ്, സുരേഷ് പൂവത്തുമൂട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2.5 മാസക്കാലമായി പാർട്ടിയുടെ സംസ്ഥാന ഘടകം വിവിധ വാർഡുകളിൽ ബൂത്ത് അടിസ്ഥാനത്തിൽ വാർഡ് അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കുകയും ആദ്യഘട്ട പ്രവർത്തനം പൂർത്തീകരിക്കുകയും അതിന്റെ ഹിയറിംഗ് പഞ്ചായത്ത് തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. വ്യാപകമായ രീതിയിൽ മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് എല്ലാ വാർഡുകളിലും ഇത്തവണ BJP തൻ്റെ വാർഡിൽ BJPയുടെ വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വോട്ടർമാരെ ചേർക്കുന്നതിൽ വളരെ മുൻപന്തിയിലെത്തി എന്നുള്ളതാണ്. അത് പാർട്ടിയുടെ നിർദ്ദേശമായിരുന്നു. 2.5 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരംഭിച്ച പ്രവൃത്തി കഴിഞ്ഞ 12-ാം തീയതിയോടുകൂടി അവസാനിക്കുമ്പോൾ ഏതാണ്ട് പാർട്ടിയുടെ എല്ലാ വാർഡുകളിലും വോട്ടർമാരെ വർദ്ധിപ്പിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് ഹിയറിംഗും കൂടെ പൂർത്തിയാക്കിയാലേ അത് പരിപൂർണതയിലെത്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഏതാണ്ട് ഈ വരുന്ന 29-ാം തീയതി വരെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വോട്ടർ പട്ടിക പേര് ചേർക്കുന്നതോടൊപ്പം തന്നെ അവരെ ഹിയറിംഗിനും കൂടെ പങ്കെടുപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. ബൂത്ത് സെക്രട്ടറി സെൽവകനി സ്വാഗതവും P. സെൽവം നന്ദിയും പറഞ്ഞു. പാർട്ടിയിൽ പുതിയതായി ചേർന്ന കൊച്ചുവീട്ടിൽ ബാബു ജോർജിനെയും കുരുവമ്മ സുബ്രഹ്മണ്യത്തെയും നേതാക്കൾ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. അർക്കുളം പഞ്ചായത്തിലെ മികച്ച കുട്ടി കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട മിലൻ മുരുകനെയും കൺവെൻഷനിൽ വെച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ ഹരിത കേരളം മിഷൻ സംഘടിപ്പിക്കുന്ന ജലമാണ ജീവൻ ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്ത് തല യോഗം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമുൾ ഷാജി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബൈജു വറവുങ്കൽ, AN ദിലീപ് കുമാർ, ടെസി വിൽസൺ, ബിബിൻ അഗസ്റ്റിൻ, റെജി ജോൺസൺ, ജിസ് ആയത്തുപാടം, ഹെൽത്ത് ഇൻസ്പെക്ടർ TP നൌഷാദ്, സെക്രട്ടറി അഗസ്റ്റിൻ വരിക്കമാക്കൽ, ഹെഡ് ക്ലർക്ക് രാഹുൽ തുടങ്ങിയവർ പങ്കെടുത്തു. അമീബിക് മസ്തിഷ്കജ്വര പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ഏരിയയിലുള്ള മുഴുവൻ കുടിവെള്ള സ്രോതസ്സും ക്ലോറിനേറ്റ് ചെയ്യുവാൻ തീരുമാനിച്ചു. അലങ്കാർ ജലീൽ ബെഡ് സെന്റർ ആൻഡ് ഫർണിച്ചർ തൊടുപുഴ കുന്നത്ത് അലങ്കാർ ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ലോകോത്തര ബ്രാൻഡുകളായ ഡ്യൂറോഫ്ലെക്സ്, സുനിദ്ര, നീൽക്കമൽ, സുപ്രീം എന്നിവയുടെ ഫോം, സ്പ്രിംഗ് മട്രസും ഈടും ഗുണമേന്മയുമേറിയ ഫർണിച്ചറുകൾ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിലും സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ്. ഓണം മിലാദ് ആഘോഷങ്ങളുടെ ഭാഗമായി ബെഡുകൾക്കൊപ്പം പില്ലോ, ബെഡ് കവർ, ബ്ലാങ്കറ്റ് എന്നിവ സമ്മാനമായി ലഭിക്കുന്നു. ഫർണിച്ചർ വിപണന രംഗത്തെ വിശ്വസ്തതയുടെ പര്യായമായ അലങ്കാർ ജലീൽ ബെഡ് സെന്റർ ആൻഡ് ഫർണിച്ചർ സെന്റർ തൊടുപുഴ കരിമണ്ണൂർ റൂട്ടിൽ കുന്നം ജംഗ്ഷന് സമീപം അലങ്കാർ ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ലോകോത്തര ബ്രാൻഡുകളായ ഡ്യൂറോഫ്ലെക്സ്, സുനിദ്ര, നീൽക്കമൽ, സുപ്രീം എന്നിവയുടെ ഫോം, സ്പ്രിംഗ് മട്രസ് എന്നിവ കമ്പനി വിലയ്ക്കും ഈടും ഗുണമേന്മയുമേറിയ ഫർണിച്ചറുകൾ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിലും സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ്. അലങ്കാർ ജലീൽ ബെഡ് സെന്റർ ആൻഡ് ഫർണിച്ചർ എന്നൊരു പുതിയ സ്ഥാപനം ഉടുമ്പന്നൂർ റൂട്ടിൽ കുന്നത്ത് പ്രവർത്തനം തുടങ്ങിയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നബിദിന ഓണാശംസകൾ. അലങ്കാർ ജലീൽ ബെഡ് സെന്റർ ആൻഡ് ഫർണിച്ചറിലെ ഡ്യൂറോഫ്ലെക്സ്, സുനീന്ദ്ര പോലുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ ബെഡുകൾ തൊടുപുഴയിൽ മറ്റാർക്കും കൊടുക്കാൻ സാധിക്കാത്ത വിലക്കുറവിൽ ഏറ്റവും മോഡലായ ഡൈനിങ് ടേബിളുകൾ, ചെയറുകൾ അങ്ങനെ തുടങ്ങിയ എല്ലാവിധ ഗൃഹോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇന്ന് തൊട്ട് അലങ്കാർ ജലീൽ ബെഡ് സെന്റർ ആൻഡ് ഫർണിച്ചർ എന്ന സ്ഥാപനത്തിൽ കൂടി കൊടുക്കുകയാണ്. ഞങ്ങളോട് ഇതേവരെ സഹകരിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ വേളയിൽ അർപ്പിക്കുന്നു. കൂടാതെ ഓണം മിലാദാഘോഷങ്ങളുടെ ഭാഗമായി ബെഡുകൾക്കൊപ്പം പില്ലോ, ബെഡ് കവർ, ബ്ലാങ്കറ്റ് എന്നിവ സമ്മാനമായി ലഭിക്കുന്നു. ലോകോത്തര ബ്രാൻഡുകളായ ഡ്യൂറോഫ്ലെക്സ്, സുനിദ്ര, നീൽക്കമൽ, സുപ്രീം എന്നിവയുടെ ഫോം, സ്പ്രിംഗ് മെട്രസ് എന്നിവയ്ക്കൊപ്പം നൂതന മോഡൽ വുഡ് ആൻഡ് മൾട്ടിവുഡ് ഫർണിച്ചറുകളുടെയും വിപുലമായ ശേഖരമാണ് സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. സുനീന്ദ്ര, ഡ്യൂറോഫ്ലെക്സ് ബ്രാൻഡഡ് കമ്പനികളിലെ എല്ലാത്തരം മെത്തകളും നമ്മൾ പ്രത്യേകമായ ഒരു സ്കീമിലെ കമ്പനിയുടെ പ്രത്യേകമായ ഔട്ട്ലെറ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഉടുമ്പന്നൂർ റൂട്ടിൽ കുന്നത്ത് അലങ്കാർ ജലീൽ ബെഡ് സെന്റർ ആൻഡ് ഫർണിച്ചറിൽ ബെഡിൽ തന്നെ പ്രത്യേകമായ ഒരു ഷോറൂം തന്നെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്.
എല്ലാതരം ബെഡുകളും, അതായത് മെമ്മറി ഫോമിൻ്റെ പില്ലോ ടോപ്പുകൾ തൊട്ട് സാധാ, അതായത് 5000 രൂപ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ 1,00,000 രൂപ വരെയുള്ള ഡൂറോപൈസിൻ്റെയും സുനീന്ദ്രയുടെയും എല്ലാ മാട്രസുകളും കമ്പനി റേറ്റിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. എല്ലാ ബ്രാൻഡുകളും മെയിനായിട്ട് നമ്മളിവിടെ ചെയ്യുന്ന ഡൂറോപൈസ് ആണ്. അതുപോലെ സുനീന്ദ്രയുടെ ഏറ്റവും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലുകളായ എല്ലാ കൊയർ ബെഡുകൾ, സ്പ്രിംഗ് മാട്രസുകൾ, അതുപോലെ തന്നെ മെമ്മറി ഫോമിൻ്റെ ബെഡുകൾ, അതുപോലെ തന്നെ എല്ലാ ബെഡുകൾക്കും കമ്പനിയുടേതായ ഒരു പ്രത്യേകമായ സ്കീമിലാണ് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഓണത്തിൻ്റെ പേരിൽ ബെഡുകൾ, അതുപോലെ പില്ലോകൾ, ബെഡ്ഷീറ്റുകൾ, ബ്ലാങ്കറ്റുകൾ, ഇങ്ങനെ ബെഡിന് അനവധി സമ്മാനങ്ങളാണ് നമ്മളിപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 6-4, 6-5 കട്ടിലുകൾ വിത്ത് ബെഡ്, അലമാരികൾ, കബോർഡുകൾ, മോഡേൺ സെറ്റുകൾ, സോഫ സെറ്റുകൾ, ചെയറുകൾ, ടീപ്പോകൾ എന്നിവയുടെ പുതിയ മോഡൽ ഡൈനിങ് ടേബിളുകൾ മാർബിൾ ടോപ്പ്, ഗ്രാനൈറ്റ്, ടൈൽ, ഗ്ലാസ് ടോപ്പ് ഫിനിഷിലും ലഭ്യമാണ്. കൂടാതെ നീൽക്കമൽ, സുപ്രീം കമ്പനികളുടെ ഫൈബർ ചെയറുകൾ, ഫുൾ കവർ സോഫകൾ എന്നിവയും ലഭ്യമാണ്. പലിശരഹിത ബജാജ് EMI സൗകര്യവും ഇവിടെ ലഭ്യമാണ്. അലങ്കാർ ജലീൽ ബെഡ് സെന്റർ ആൻഡ് ഫർണിച്ചർ തൊടുപുഴയ്ക്കായി ഒരുക്കുന്ന ഓണവിസ്മയത്തിലേക്ക് എല്ലാ ഉപഭോക്താക്കളെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. വണ്ണപ്പുറത്തിന്റെ ഓണസങ്കല്പങ്ങൾക്ക് ചാരുത പകരാൻ പിങ്ക് ടെക്സ്റ്റൈൽസിന്റെ തകർപ്പൻ ഓണം ഓഫറുകൾ. എല്ലാവിധ ജെന്റ്സ്, ലേഡീസ്, കിഡ്സ് വസ്ത്രങ്ങൾക്കും 10% മുതൽ 70% വരെ ഡിസ്കൗണ്ടും 1+1 കോംബോ ഓഫറുകളും ഗിഫ്റ്റ് വൗച്ചറുകളും ലഭ്യമാണ്. ഈ ഓണം വണ്ണപ്പുറം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പിങ്ക് ടെക്സ്റ്റൈൽസ് ആൻഡ് ബ്യൂട്ടി പാർലറിനൊപ്പം ആഘോഷിക്കുവാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. വണ്ണപ്പുറത്തിന്റെ ഓണസങ്കല്പങ്ങൾക്ക് ചാരുത പകരാൻ പിങ്ക് ടെക്സ്റ്റൈൽസിന്റെ തകർപ്പൻ ഓണം ഓഫറുകൾ. വണ്ണപ്പുറം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പിങ്ക് ടെക്സ്റ്റൈൽസിൽ എല്ലാ തുണിത്തരങ്ങൾക്കും 10% മുതൽ 70% വരെ ഡിസ്കൗണ്ടും 1+1 കോംബോ ഓഫറുകളും ഗിഫ്റ്റ് വൗച്ചറുകളും. കോംബോ ഓഫറിന്റെ ഭാഗമായി 2 ഷർട്ടുകൾ 499 രൂപ മുതലും 2 ഡബിൾ മുണ്ടുകൾ 599 രൂപ മുതലും ലഭ്യമാകുന്നു. കിഡ്സ് വെയർ 99 രൂപ മുതലും, ബനിയൻ നിക്കർ 49 രൂപ മുതൽ, ഷർട്ട് നിക്കർ 149 രൂപ മുതലും, ടോപ്പുകൾ 149 രൂപ മുതലും, ഫ്രോക്ക് ഐറ്റംസ് 250 രൂപ മുതലും, വിചിത്ര സിൽക്ക് സാരി 250 രൂപ മുതലും ഓഫറിന്റെ ഭാഗമായി ലഭിക്കുന്നു. ധാരാളം കുട്ടികളുടെ ടോപ്പുകളും ഫ്രോക്കുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 250 രൂപയ്ക്കാണ് ഇത്ര മനോഹരമായ ഫ്രോക്ക് നമ്മളിവിടെ കൊടുക്കുന്നത്. വെറും 250 രൂപയ്ക്ക് ധാരാളം ടോപ്പുകൾ നമുക്ക് സ്റ്റോക്കുണ്ട്. വളരെ പ്രധാനമായ സ്റ്റോക്കാണ് ഉള്ളത്. എല്ലാവരും എത്രയും പെട്ടെന്ന് പിങ്ക് ടെക്സ്റ്റൈലിലേക്ക് എത്തിച്ചേരുക. കൂടാതെ പട്ടുപാവാടകൾ, കോട്ടൺ സെറ്റ് മുണ്ടുകൾ, സെറ്റ് സാരികൾ, ടിഷ്യൂ സെറ്റ് സാരികൾ, സാരികൾ, റെഡിമെയ്ഡ് ബ്ലൗസുകൾ, കുർത്തികൾ, ടോപ്പുകൾ, മിഡി ടോപ്പ്, നൈറ്റ് ഡ്രസ്സുകൾ, കുർത്തികൾ, എല്ലാ പ്രായത്തിലും പെട്ട കുട്ടികൾക്കായുള്ള ഓണക്കോടികൾ, സെലിബ്രേഷൻ ഡ്രസ്സുകൾ, പട്ടുപാവാടകൾ, ധാവണികൾ, കാന്താര സെറ്റ് മുണ്ടുകൾ, മോഡേൺ ടോപ്പുകൾ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് പിങ്ക് ടെക്സ്റ്റൈൽസ് വണ്ണപ്പുറത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ഞാനിവിടെ സ്ഥിരമായിട്ട് ഷോപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. നല്ല അനുഭവമാണ്, നല്ല മെറ്റീരിയൽസാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. വളരെ സന്തോഷമുണ്ട്. പിന്നെ സെയിൽസ് ഗേൾസിൻ്റെ ആണെങ്കിലും നല്ല അനുഭവമാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നു. യൂസ് ചെയ്തിട്ടാണെങ്കിലും നല്ല എക്സ്പീരിയൻസ് ആണുള്ളത്. പിങ്ക് ബ്യൂട്ടി പാർലർ ആൻഡ് ബ്യൂട്ടി ക്ലിനിക് സഹോദര സ്ഥാപനമാണ്. ബ്രൈഡ് ആൻഡ് ഗ്രൂം മേക്കപ്പ്, HD ഫേഷ്യൽ, സ്കിൻ ആൻഡ് ഹെയർ സ്പാ ട്രീറ്റ്മെന്റ്സ് തുടങ്ങിയ എല്ലാവിധ സൗന്ദര്യ സംരക്ഷണ സേവനങ്ങളും സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ്. ഈ ഓണം പിങ്ക് ടെക്സ്റ്റൈൽസ് ആൻഡ് ബ്യൂട്ടി പാർലറിനൊപ്പം ആഘോഷിക്കുവാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. ഈ വർഷത്തെ ഓണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച് പിങ്ക് ടെക്സ്റ്റൈൽസിന് ഞങ്ങൾ നിരവധി ഓഫറുകളാണ് നിങ്ങൾക്കായിട്ട് അണിയിച്ചിട്ടുള്ളത്. ഇത് ഷർട്ട്, മുണ്ട് കോംബോകളുണ്ട്. 2 ഷർട്ട് 499 രൂപയ്ക്ക്, 2 മുണ്ട് വന്നിട്ട് 599 രൂപയാണ് വന്നിട്ട്. ഡബിൾ മുണ്ടാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുട്ടികളുടെ ബനിയൻ നിക്കർ കോംബോ ഉണ്ട്. 149 രൂപയ്ക്കാണ് ബനിയൻ നിക്കർ കോംബോ ഒരുക്കിയിട്ടുള്ളത്. ലൈക്ര ഡെനിമിൽ മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത്. അതുപോലെ ടോപ്പുകൾ, ഈ കാണുന്ന ടോപ്പുകൾ ഞങ്ങൾ വെറും 250 രൂപയ്ക്കാണ് ഇത്തരത്തിലുള്ള നിരവധി ടോപ്പുകൾ ഞങ്ങൾ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. കൂടാതെ
വിചിത്ര സിൽക്കിൽ വരുന്ന സാരികളുണ്ട്. സാരികൾക്കൊക്കെ നമ്മൾ 249 റേഞ്ച് കൊടുക്കുന്നത്. ഇത് 249 രൂപയുടെ ഈ സാരി വളരെ കളർഫുൾ ആയിട്ടുള്ള സാരിയാണ് നമുക്കുള്ളത്. ഇത്തരത്തിലുള്ള ഒരുപാട് സാരി നമുക്കിവിടെ ഷോപ്പിലുണ്ട്. കളർ ചേഞ്ചുകളാണ്, ധാരാളം കളർ ചേഞ്ചുകളായിട്ട് വന്നിട്ടുണ്ട്. വളരെ കളർഫുൾ ആയിട്ടുള്ള സെറ്റ് മുണ്ടാണ് ഈ കാണുന്നത്. മയിൽപ്പീലി പ്രിന്റുള്ള സെറ്റ് മുണ്ട് വന്നിട്ടുള്ള പ്രിന്റാണ് ഈ കാണുന്നത്. ചെക്കിലുള്ള സെറ്റ് മുണ്ടാണിത്. ടീനേജ് ടോപ്പുകളാണ്. 250 രൂപയ്ക്കാണ് ഇത്തരത്തിലുള്ള ടോപ്പുകൾ നമ്മളിവിടെ കൊടുക്കുന്നത്. ക്രോപ്പ് ടോപ്പുകൾ ഉൾപ്പെടെയുള്ള ടോപ്പുകളുണ്ട്. 250 രൂപയാണ് ഇത്തരത്തിലുള്ള ടോപ്പുകൾക്ക് വരുന്നത്. കൂടാതെ എല്ലാത്തരം വസ്ത്രങ്ങൾക്കും ഞങ്ങൾ 10 മുതൽ 70% വരെ ഡിസ്കൗണ്ട് ഈ കടയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ഈ ഓണാഘോഷത്തിൽ പെങ്ങിനോടൊപ്പം ചേരാൻ വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്തു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം 9497027529 എന്ന നമ്പറിൽ. നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിൽ ബിടെക് ഇൻഡക്ഷൻ പ്രോഗ്രാം നടന്നു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ S സെന്തിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ഹാജി KM പരീദ് മുഖ്യ പ്രഭാഷണം നടത്തി. 2001 ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത് 2002 ആർട്സ് കോളേജ് പ്രവർത്തനം തുടങ്ങി. അന്ന് ഞാൻ കോതമംഗലം MA കോളേജിലെ യൂണിയൻ ചെയർമാനാണ്. അവിടുത്തെ കോതമംഗലത്തെ SFIയുടെ പ്രവർത്തകനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കോതമംഗലത്ത് അന്ന് ആരംഭിച്ചത്, ഇവിടെ നിങ്ങൾക്ക് കോതമംഗലം മാത്രം പരിചയം ഉള്ള ആളുകളായിരിക്കില്ല. കോതമംഗലത്തിൽ നിന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ഒരു കെട്ടിടത്തിന്റെ 2 നിലകളിലായിട്ടാണ് അന്ന് ഇന്ദിരാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആരംഭിച്ചത്. ഇപ്പൊ SFI പ്രവർത്തനമൊക്കെ ബന്ധപ്പെട്ട് ഞാൻ അവിടെ നിത്യേന പോയി വരുന്ന ആളാണ്. അതിനുശേഷം വളരെ വേഗത്തിലാണ് ഇപ്പോൾ തൊട്ടപ്പുറത്ത് ഡെന്റൽ കോളേജിൽ പ്രവർത്തിച്ചിരുന്ന അവിടെ വീണ്ടും ആർട്സ് കോളേജ് കൂടി മാറ്റി. അതിനുശേഷമാണ് വളരെ പെട്ടെന്നാണ് ഈ വലിയൊരു വളർച്ച. ഇത് 13ഓളം സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്ന് ഇവിടെ ചെയർമാൻ തന്നെ സൂചിപ്പിച്ചു, ഇന്ന് കേരളത്തിലെ സർവകലാശാലകളുടെ ഒരു പൊതുവായ അതിനെ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ പലപ്പോഴും അതിനെ കുഴപ്പത്തിലാക്കാൻ നോക്കുന്ന സമീപനം സ്വീകരിക്കുന്നില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥ മൂലം യുവാവിന്റെ ജീവിത ദുരിതത്തിൽ. റോഡിലെ കുഴിയിൽ വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കോലാനി പാറക്കടവ് സ്വദേശി ശരത്ത്. ഉദ്യോഗസ്ഥരെ ഓർക്കുക, ഒരു കുടുംബത്തെയാണ് ദുരിതത്തിലാക്കിയത്. അപകടത്തിന് ശേഷം കുഴി അടച്ചു മൂടിയിട്ട് കാര്യമില്ല എന്നോർക്കുക. അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദപരമായ സമീപനം മൂലം ഒരു സാധു യുവാവും കുടുംബവും ദുരിതത്തിലായിരിക്കുകയാണ്. റോഡിലെ കുഴിയിൽ വീണ് തൊടുപുഴ സ്വദേശിക്ക് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലാണ്. കുഴികൾ അടയ്ക്കുവാൻ ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാത്തത് മൂലമാണ് യുവാവിന് പരിക്കേറ്റതും ചികിത്സ തേടേണ്ടി വന്നതും. സംഭവം ഇങ്ങനെയാണ്. രാത്രി ജോലി കഴിഞ്ഞു പോകവെ കോലാനി ജംഗ്ഷന് സമീപമുള്ള ഗട്ടറിലാണ് വീണത്. വീഴ്ചയിൽ സാരമായി പരിക്കുണ്ട്. കോലാനി പാറക്കടവ് സ്വദേശി ശരത്താണ് അപകടത്തിൽപ്പെട്ടത്. നിലവിൽ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ICU പരിചരണത്തിലാണ്. തലക്കേറ്റ പരിക്കുമൂലം ദീർഘകാലത്തേക്ക് ചികിത്സ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. ഏകദേശം 8 ലക്ഷം രൂപയോളം ചികിത്സാ ചെലവ് വരും. ഇത്രയും തുക താങ്ങാനാവുന്ന സ്ഥിതിയിലല്ല ശരത്തിന്റെ കുടുംബം.
കോലാനിയിൽ നിന്ന് നമ്മൾ കൂത്താട്ടോളം റൂട്ട് ഉള്ള ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ശനിയാഴ്ച രാത്രി 10:30ക്കും 10:45 ഇടയ്ക്കായിരുന്നു സംഭവം. ചേട്ടൻ രാത്രിപ്പണി കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഈ വണ്ടിയപ്പടം ഉണ്ട്. അവിടെ ഒരു വലിയ കട്ടറുണ്ട്. ആ കട്ടറിൽ ചേട്ടൻ ഓടിച്ചിരുന്ന സ്കൂട്ടർ വീണ് തട്ടിയിട്ട് മറിഞ്ഞ് വീഴുകയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപ്പം ചേട്ടന് തലയ്ക്ക് നല്ല സാരമായ പരിക്കുണ്ട്. ചേട്ടനിപ്പം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ചേട്ടന് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു വണ്ടി അപകടം ഉണ്ടായി. അത് തലയ്ക്കകത്ത് തന്നെയായിരുന്നു അതും പരിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ലൈഫ് ലോങ് മരുന്ന് കഴിക്കണം. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു 4 വർഷം മുമ്പിന് ചേട്ടന് അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. 2 ബ്ലോക്ക് ഉണ്ട്. അതും ആൻറ്റിപ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനും ലൈഫ് ലോങ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് ഇതിപ്പം ഞങ്ങൾ കുട്ടിയെ കൂടുന്ന ഒരു നിലയിലല്ല. കാരണം വെച്ചാൽ ഞാനും ചേട്ടനും എനിക്ക് 2 കുട്ടികളാണുള്ളത്. 5 വയസ്സുള്ളൊരു കുട്ടിയും 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്. ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ച് വരികയാണ്. അപ്പം ഞങ്ങൾ ശനിയാഴ്ച ചേട്ടന് ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ബ്ലഡ് തലയിൽ ഇങ്ങനെ ക്ലോട്ട് ചെയ്തിട്ടുണ്ട്. അത് കുത്തിയെടുത്ത് കഴിഞ്ഞാൽ ആൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ചൊക്കെ പൈസ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ വിറ്റും പെറുക്കിയൊക്കെ ചേട്ടന് കുറച്ച് തുക അടച്ചു. ഇപ്പം നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു തരണം. കാരണം ഞങ്ങൾ വാടകയ്ക്കാണ്. ഇനി മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എത്തും പ്രതീക്ഷയില്ല. കാരണം ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളും വേറെ എനിക്ക് അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്തതാണ്. പിന്നെ അതുപോലെ ചേട്ടന് ഇത്രയും വലിയൊരു എമൗണ്ട് ചെയ്യണം, ഇനി ഫിസിയോതെറാപ്പി എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ഇപ്പോഴും വെന്റിലേറ്റർ ICU തന്നെയാണ് കഴിയുന്നത്. ഇന്നിപ്പം രാവിലെ ഞാൻ ചേട്ടനെ കയറി കണ്ടിരുന്നു. ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ചേട്ടന്. എങ്കിലും ഇനിയും വെന്റിലേറ്റർ 2-3 ദിവസം കൂടെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത്രയും തുക എടുക്കാൻ എനിക്ക് എൻ്റെ കുടുംബത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു ചെറിയ തുകയാണെങ്കിലും നിങ്ങളെ പറ്റുന്ന ഒരു തുക എനിക്ക് ഇപ്പോഴത്തെ സമയത്ത് വലിയൊരു തുക തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് നിങ്ങളെന്തെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ ഇനി ഒരു വഴിയിൽ 2 കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് അപ്പം നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളാ പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയ തുക എനിക്ക് തന്ന് എൻ്റെ ചേട്ടൻ്റെ ജീവൻ നിലനിർത്തുന്നത്. എനിക്ക് വേറെ ഒരുപാട് പ്രതീക്ഷകളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ല. എൻ്റെ ചേട്ടൻ്റെ ജീവനും മാത്രമേ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ. കോലാനിയിൽ നിന്ന് കൂത്താട്ടുകുളത്തിനുള്ള വഴിയിലാണ് അപകടമുണ്ടായത്. പ്രദേശത്ത് നിരവധി കുഴികളാണെന്ന് അധികൃതർ നടപടിയെടുക്കാത്തത് മൂലം സ്ഥിരമായി അപകടമുണ്ടാകുകയാണെന്നും പൊതുപ്രവർത്തകൻ ബിസുമോൻ പറഞ്ഞു. ആ റോഡ് PWD മെയിൻ റോഡാണെങ്കിൽ തന്നെയും മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് ആ റേഷൻ കടയുടെ അത് കഴിഞ്ഞ് തൊട്ടപ്പുറം റേഷൻ കടയും 2 വളവും കനാലുമാണ്. അതിനിടയ്ക്ക് ഒരു സൈഡ് തോടുമാണ്. അതിനകത്ത് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയും നിരന്തരമായ വണ്ടികൾ വന്ന് ആ കുഴിയിൽ വീഴുകയും മറ്റു വണ്ടികൾക്ക് ഇടിച്ചും നിരന്തരം അപകടം ഉണ്ടാകുന്നതാണ്. ഇത് പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ അധികാരികളെയും മുനിസിപ്പാലിറ്റിയും PWDയും ബന്ധപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടാകില്ല. ഇപ്പം ഈ അപകടം ഇത് അടുത്തടുത്തായിട്ട് ഒരു 5ാമത്തെ അപകടമാണ്. ഈ അപകടം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കുറേ മിറ്റിൽ കൊണ്ടുവന്ന് കുഴിയിലിട്ട് നികത്തിയിട്ടുണ്ട്. വീണ്ടും അത് പൊട്ടിപ്പൊളിഞ്ഞ് കുഴി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒന്നാമത്തെ വെള്ളമൊഴുക്ക്, ഓട ശരിയല്ല. ആ വളവ് തിരിഞ്ഞ് മറ്റേ പാറക്കടവ് വരെ നിരന്തരമായ കട്ടറും ഏറ്റവും കൂടുതൽ ഗതാഗതം ഉള്ള സ്ഥലവും കൂടെയാണ്. അപ്പോൾ അവിടെ വെച്ച് നിരന്തരമായ അപകടം ഉണ്ടാകുന്നു. രാത്രിക്കൊക്കെ ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകാറുള്ളതാണ്. അപ്പോൾ അവിടെ വെളിച്ചവുമില്ല. ഇത് അധികൃതർ വളരെ അടിയന്തരമായി ശ്രദ്ധിച്ച് ഈ കുഴി കട്ടറുകൾ നികത്തി താൽക്കാലികമായി ഗതാഗത യോഗ്യം എങ്കിലും ആക്കേണ്ടതാണ്. അധികൃതർ കൃത്യമായി ജോലി നിർവഹിക്കാത്തത് മൂലം ദുരിതത്തിലായ യുവാവിന് സഹായം ആവശ്യമാണ്. ശരത്തിന്റെ ഭാര്യ മരീനയുടെ അക്കൗണ്ടിൽ പണം നൽകാവുന്നതാണ്. അക്കൗണ്ട് നമ്പർ 403311010422. IFSC കോഡ് KLGB 00403331. കേരള ഗ്രാമീൺ ബാങ്ക്. ഗൂഗിൾ പേ നമ്പർ 6238642654. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കോൺഗ്രസ് എം കഞ്ഞിക്കുഴി മണ്ഡലം കൺവെൻഷനും അഡ്വക്കേറ്റ് ജോണി പുളിക്കൽ അനുസ്മരണവും നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കർഷകർ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് റോയ് കെ പൗലോസ് പറഞ്ഞു. കർഷക കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റി നടത്തിയ കർഷക പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KPW HRPE യൂണിയനുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന കൂട്ടുധർണയുടെ പ്രചരണാർത്ഥം വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് ഉദ്ഘാടനം ചെയ്തു.
മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സച്ചിൻ കെ ടോമി ഉദ്ഘാടനം ചെയ്തു. ഉറുമ്പള്ള പ്രദേശത്തെ 200ഓളം ഗുണഭോക്താക്കൾ മാസങ്ങളായി ഗ്യാസ് ലഭിക്കാത്തതിനാൽ വലിയ ദുരിതത്തിലാണെന്നും ഈ പ്രശ്നം ഉടനടി പരിഹരിക്കണമെന്നും BJP ഭാരവാഹികൾ പറഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.